കൊല്ലത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ പ്രതികൾ പിടിയിൽ. ശൂരനാട് സ്വദേശികളായ 4 പേരാണ് പോലീസിന്റെ പിടിയിലായത്. തൃശൂർ സ്വദേശി ആരോമലിനെ കഴിഞ്ഞ രാത്രിയാണ് ഈ സംഘം തട്ടിക്കൊണ്ടുപോയത്. വാഹന വിൽപ്പനയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് കാരണം. വധശ്രമത്തിനും തട്ടിക്കൊണ്ടുപോകലിനും പോലീസ് കേസെടുത്തു. സംഭവത്തിൽ 5 പേർ കൂടി പിടിയിലാകാനുണ്ട്. വിശദാംശങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, ആളുകൾ നോക്കി നിൽക്കെ പരസ്യമായി യുവാവിനെ സംഘം ചേർന്ന് ആക്രമിക്കുന്നതിന് ശേഷം വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്നു. ഒരാൾ പോലും അതിനെ തടയുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ അക്രമികൾ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഘം സ്ഥിരം ക്രിമിനൽ കേസ് പ്രതികളാണോ, ഗുണ്ടാ സംഘങ്ങളാണോ? ടോം, കഴിഞ്ഞ ദിവസം രാത്രി ഒരു 9 മണിയോട് കൂടിയാണ് ഈ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന സംഭവത്തിന് സംഭവം നടക്കുന്നത്. കൊല്ലത്ത് ഒരു സ്വകാര്യ ആശുപത്രിയുടെ മുന്നിലാണ്. ആശുപത്രിയിലേക്ക് വരികയായിരുന്നു ഈ തൃശൂർ സ്വദേശിയായ ആരോമൽ. ബൈക്കിലെത്തിയപ്പോഴാണ് ഒരു സംഘം കാറിൽ പിന്തുടരുകയും ആശുപത്രിക്ക് സമീപത്ത് വെച്ച് ഇത്തരത്തിലുള്ള സംഘർഷത്തിലേക്ക് എത്തുന്നു. ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഇവിടെ നിന്നും ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, ആരോമൽ എന്ന യുവാവിനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോലീസ് കേസെടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഏകദേശം ഒരു 2 മണിയോട് കൂടി ഈ വാഹനം പിന്തുടർന്ന ഇരവിപുരം പോലീസ് ഈ പ്രതികളെ അടക്കം പിടികൂടി. ഇതിൽ 4 പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ആരോമലിനെ ഇവരിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേർക്കായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. നമുക്കറിയാൻ കഴിയുന്നത് ഒരു സാമ്പത്തിക തർക്കമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു അക്രമത്തിന് പിന്നിൽ എന്നാണ്. ഈ ആരോമലും ഈ അക്രമത്തിനിടയാക്കിയവരുമായിട്ട് ചില സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു. വാഹനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ചില ഇടപാടുകളുണ്ടായിരുന്നു. ഇതാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമത്തിലേക്ക് നയിച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. വളരെ ഭീകരമാണ് ദൃശ്യങ്ങൾ. ആരോമലിനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ്. നിലത്തിട്ട് ചവിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ അസഭ്യം പറയുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന നാട്ടുകാരും അതുപോലെ തന്നെ ആശുപത്രിയിൽ വന്നവരുമാണ് ചിലരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തി പോലീസിന് കൊടുത്തത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ വളരെ നിർണായകമായി വലിയ തെളിവാണ്. പോലീസിന് പെട്ടെന്ന് തന്നെ ഈ പ്രതികളെ പിടികൂടാനും പ്രതികളിലേക്ക് എത്താനും ഈ ദൃശ്യങ്ങൾ ഒരുപാട് കാരണമായിട്ടുണ്ട്. ടോം, യെസ് വിനീഷ്, എന്തായാലും ഈ പ്രതികളിലേക്ക് എത്താൻ ഈ ദൃശ്യങ്ങളാണ് സഹായകമായത്. ഇത് ആരാണ് ഈ ദൃശ്യം പകർത്തിയത്? ഈ സംഘം തന്നെ മൊബൈൽ പകർത്തിയതാണോ, അതോ കണ്ടു നിന്ന ആളുകൾ പകർത്തി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നോ? എന്താണ് കണ്ടത്? വാഹന വിൽപ്പനയുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഭവത്തിന് പിന്നിലെന്ന് പറയുന്നുണ്ട്. അതുതന്നെയാണ് കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ? തീർച്ചയായും ഇരവിപുരം പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇരവിപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇത്തരത്തിലുള്ളൊരു അക്രമം നടന്നിരിക്കുന്നത്. നമുക്ക് അറിയാൻ കഴിയുന്നത് ഏകദേശം ഒരു 13 ലക്ഷം രൂപയോളം ഈ ആരോമൽ ഇവരിൽ നിന്നും വാങ്ങിയതായി പറയപ്പെടുന്നുണ്ട്. വാഹനം നൽകാം എന്ന ഒരു ഉടമ്പടിയിൽ മേലാണ്. പക്ഷേ ഈ ആരോമലിനെ പിന്നീട് ഇവർ വിളിച്ചിട്ട് ഫോൺ കിട്ടിയില്ല. അതുപോലെ തന്നെ ആരോമലിനെ സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരോമൽ സ്റ്റേഷനിൽ എത്താഞ്ഞതിനെ തുടർന്നാണ് ഈ സംഘാംഗങ്ങൾ ആരോമലിനെ തിരക്കി ഇറങ്ങിയത്. ആരോമലിന്റെ ഭാര്യ ഈ ആശുപത്രിയിൽ, ഈ സ്വകാര്യ ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്നുള്ള ചികിത്സയിൽ കഴിയുകയായിരുന്നു. അപ്പോൾ ആരോമൽ ഇവിടെ എത്താൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർ ഈ സംഘാംഗങ്ങൾ കാറിൽ ഇവിടെ എത്തുന്നത്. ഉടൻ തന്നെ ബൈക്കിൽ പിന്തുടർന്നെത്തിയ ഈ സംഘാംഗങ്ങൾ ആരോമലിനെ പിടികൂടുകയും അതിക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. അങ്ങനെ ഇവിടെ നിന്നും കടത്തിക്കൊണ്ടു പോവുകയും ചെയ്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ആരോമലിന്റെ പേരിൽ ഈ
ആ, ശൂരനാട് പോലീസിൽ പരാതി നൽകിയിരുന്നു. ശൂരനാട് സ്വദേശിയാണ് പരാതിയുമായിട്ട് മുന്നിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പോലീസിൽ പരാതി നൽകിയെങ്കിലും ആരോമൽ ഈ സ്റ്റേഷനിൽ ഹാജരാകാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെയാണ് ഇതൊരു വലിയൊരു അക്രമത്തിലേക്ക് നയിച്ചത്. ടോം, എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെ കൂടി ഇനി പിടികൂടാനുണ്ട്. 4 പേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ഉള്ളത്. യെസ്, വ്യക്തമാണ്. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ 4 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. മറ്റ് സംഘങ്ങൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്.